ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു മൈക്രോഫോൺ വാങ്ങി അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടിജിയുടെ മൈക്രോഫോണാണ് ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ. അപ്പം നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. എല്ലാവർക്കും ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ഈ ഡിജിയുടെ മൈക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇന്നേക്ക് എറൗണ്ട് 1 മാസത്തിൽ കൂടുതലായി കേട്ടോ. ആമസോണിലാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ പൈസയൊക്കെ നമ്മൾ അടച്ചു. പക്ഷേ ഡെലിവറി വന്നത് ഇന്നാണ്. അതായത് ഇത് ആക്ച്വലി ഷിപ്പ് ചെയ്യുന്നത് UK നിന്നാണ്. അപ്പോൾ UK നിന്ന് ഇവിടേക്ക് ഡെലിവറി വരാൻ അറൗണ്ട് 1 മാസത്തിൽ കൂടുതലെടുത്തു. ഇത് ബൈ DHL അവരയച്ചിരിക്കുന്നത്. ഇന്നിപ്പം നമുക്ക് സൗദി അറേബ്യ ഡെലിവറി കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സിങ് തുടങ്ങാം. ഡിജിയുടെ മൈക്ക് ഉണ്ടല്ലോ, ഇതാണ് മൈക്ക്. ഇത് ആക്ച്വലി ചൈനീസ് പ്രൊഡക്റ്റ് ആണോ? ചൈനയിൽ നിന്ന് പോയിട്ട് UK എന്ന് വരുന്നതാണ്. ഓ, മേഡ് ഇൻ ചൈന. പക്ഷേ ഇത് UK പോയിട്ട് UK എന്നാണ് ഇത് ഇവിടെ വരുന്നത് കേട്ടോ. പക്ഷെ എന്താ കളി നോക്കിയാലും ചോദിക്കുക എന്താണ് സംഭവം. UK പോയിട്ട് UK എന്ന് ഇവിടെ വരുന്നു. അടിപൊളി. ഇത് 200 മീറ്റർ വരേക്കും ട്രാൻസ്മിഷൻ റേഞ്ച് ഉള്ളതാണ്. ഡ്യുവൽ ചാനൽ റെക്കോർഡിംഗ് ഉണ്ട്. അപ് ടു 14 hours ഓഫ് ഓൺ ബോർഡ് മെമ്മറി, 15 hours ബാറ്ററി ലൈഫ്, ഇത്രയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് മെയ്ഡ് ഫോർ ഐഫോൺ ആണ്. അപ്പോൾ iPhone 12 Pro, പിന്നെ iPhone X Max, iPhone B+, അങ്ങനെ ഒരു സംഭവമാണ്. എന്തായാലും ഇനി iPhone 15 Proയ്ക്ക് പറ്റുമെന്തോ, അത് നോക്കിയിട്ട് വേണം. ഇല്ലേ പിന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്തായാലും നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇത് നല്ല വിലയുണ്ട് കേട്ടോ. അറൗണ്ട് ഇന്ത്യൻ റുപ്പീസ് ഓൾമോസ്റ്റ് 22,000 വിലയുണ്ട് ഇതിന്. നമുക്ക് ഓപ്പൺ ചെയ്യാം. അത്ര വൃത്തികേടല്ലാത്ത രീതിയിൽ ഓപ്പൺ ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസബിൾ അല്ലെങ്കിൽ പിന്നെ റിട്ടേൺ ചെയ്യണം. അതിന് കണക്കാക്കിയിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ. ഞാൻ നേരത്തെ ഒരു മൈക്ക്, റോഡിൻ്റെ മൈക്ക് വാങ്ങിച്ചിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് റിട്ടേൺ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് വളരെ കെയർ ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാവും. റിട്ടേൺ കൊടുക്കേണ്ടി വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അത് മൈക്കില്ലാതെ നമ്മളെ ജോലി നടക്കില്ല. അത് കാരണം വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അത് നമ്മൾ പൊളിക്കുകയാണ്. ഇതൊക്കെ സീലുണ്ട് ഇവിടെയൊക്കെ. ചെറിയൊരു സീലുണ്ട്. ഇതൊക്കെ നമ്മൾ വിളിച്ചു, ഇത് ഓപ്പൺ ചെയ്തു. നമുക്ക് ഓപ്പണിലേക്ക് പോവാം. ഇത് ഓപ്പണിങ്. ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ചാർജിങ് കേസ്, റിസീവർ, ട്രാൻസ്മിറ്റർ, ക്യാരിങ് പൗച്ച്, ഹോട്ട് ഷൂ അഡാപ്റ്റർ, പിന്നെ വിൻഡ് സ്ക്രീൻ, മൊബൈൽ ഐഫോൺ അഡാപ്റ്റർ. ഇത് C ഒക്കെ ഉണ്ട് കേട്ടോ അഡാപ്റ്റർ. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് കടക്കാം. വീണ്ടും ഓപ്പൺ ചെയ്യാം. അമ്മ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അടിപൊളി വെയിറ്റ് ആണ് കേട്ടോ. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ചാർജറും കേസുമായിട്ട് അല്ല, പാക്കിംഗ് ഒക്കെ സെറ്റപ്പാണ്. ഇത് ഫൈനലി നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. കണ്ടില്ലേ, ഫുൾ ചാർജ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് മൈക്ക്. അതിങ്ങനെ ഉണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഷർട്ടിലും പിടിപ്പിക്കാം, എങ്ങനെ വേണമെങ്കിലും പിടിപ്പിക്കാം കേട്ടോ. ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ചാർജിങ് 15.1 hour ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ട്.
ചാർജിങ്ങിലാണ് ഉള്ളത്. അടിപൊളി. ഇത് രണ്ടും മൈക്കുകളാണ്. ഇതൊന്ന്, ഇത് രണ്ടാമത്തെ മൈക്ക്. ഇത് ട്രാൻസ്മിറ്ററിന് ഇതൊക്കെ ഉണ്ട് കേട്ടോ, പിന്നുണ്ട്. അതിങ്ങനെ എടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് ട്രാൻസ്മിറ്റർ ഇങ്ങനെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഇതുണ്ട്. ഓ യാ, സംഭവം ഇങ്ങനെയാണ് കേട്ടോ, സെറ്റപ്പാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഫോണിൽ കുത്തി ഉപയോഗിക്കാനുള്ള ടൈപ്പാണ്. ഇത് സി ടൈപ്പാണ്. പിന്നെ സാധാരണ പഴയ ഐഫോണിൻ്റെ ആ ടൈപ്പ് പിന്നും ഉണ്ട്, അതിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ 15 Pro 15 അതിനകത്ത് ഉപയോഗിക്കേണ്ട പിന്നാണ് ഇപ്പോൾ ഇതിലുള്ളത്. അത് കഴിഞ്ഞാൽ സാധാരണ പിന്നുണ്ട്. ഇങ്ങനെ പുഷ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഇവിടെയും കണ്ടില്ല. നമുക്ക് അടുത്ത ടൈപ്പ് പിന്ന്, അതായത് ഓൾഡ് ജനറേഷൻ്റെ അതിൻ്റെ പിന്നിങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാം. ഇത് എന്നിട്ട് ഇങ്ങനെ ഐഫോണിൽ കുത്തി കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഹെഡ്ഫോണിനുള്ള ഇതുണ്ട്, ഹെഡ്ഫോൺ വയ്ക്കാം. അത് ഇതിൻ്റെ കണക്ഷൻ ഔട്ടിൽ നമുക്ക് എടുക്കാം, അതിനും വേണ്ടുന്നുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഇത് ചാർജല്ല, പിന്നെ ഇവിടെ ഉണ്ട്. ഇതിന് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക് ചാർജ് ആയിക്കോളും. ഇതിൻ്റെ പിന്ന് ഉപയോഗിക്കേണ്ടത്, ഇത് നമ്മൾ ഷട്ടിൽ ഉപയോഗിക്കുന്ന പിന്നാണ് കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് കയറ്റാൻ പറ്റും. ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ഈ ഭാഗം പ്രസ് ചെയ്ത് കൊടുത്ത് ഷട്ടിൽ ഇങ്ങനെ പിടിപ്പിച്ച് വയ്ക്കാം. ഇത് നമുക്ക് ഗോപ്രോയിലും മറ്റുള്ള ക്യാമറകളിലൊക്കെ ഓഡിയോ ഔട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇങ്ങനെ ഓഡിയോ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പം നമുക്ക് ഇപ്പോൾ ആവശ്യം ഇല്ല. അപ്പം നമ്മൾ എപ്പോഴും മൊബൈലിലാണല്ലോ അത് കൂടുതലും വീഡിയോസ് എടുക്കുന്നത്. അപ്പം മൊബൈലിൽ തന്നെ ഇത് ഉപയോഗിക്കാം. പക്ഷേ ഭയങ്കര ടൈറ്റാണ് സംഭവം, കുറച്ച് നാരോ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് വളരെ കെയർ ചെയ്ത് ഉപയോഗിച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നിങ്ങനെ തിരിച്ചും മറിച്ചൊന്നും വെക്കാൻ പറ്റില്ല. തിരിച്ചും മറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ആവുകയില്ല. പിന്നെ മൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ ഷർട്ടിൽ പിൻ ചെയ്ത് വയ്ക്കാം. ടീഷർട്ടിലോ അങ്ങനെ പിൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് താഴേക്ക് ഇങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് താഴേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ കാണുന്ന ഭാഗത്തുകൂടി, ഇവിടെ ഇത് മാഗ്നറ്റ് ആണ് കേട്ടോ. ഇതിനകത്തൊരു പീസ് വേറെ മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് ഷർട്ടിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം. അതിനുള്ള മാഗ്നറ്റ് ഇതിനകത്തുണ്ട്. അത് ഞാൻ കാണിക്കാൻ കേട്ടോ. മാഗ്നറ്റ് ഇതൊക്കെ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഞാനിത് വാങ്ങാൻ കാരണം. ഇതാണ് അടുത്ത ഇതിനകത്തുള്ള ഒരു പാക്ക്. ഡിജിയുടെ എല്ലാ സാധനങ്ങളും ഈ കീസ് ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ എന്ത് വാങ്ങിച്ചാലും അതിനകത്ത് ഡിജിയുടെ ഒരു സ്പെഷ്യൽ കീസാണിത്. ഒരു ബാഗ്. ഇതതിൻ്റെ ബുക്സാണ്, ബുക്കിലെട്ട് എന്തൊക്കെ അതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് നമുക്ക് ഇനി അത് പിന്നീട് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇതിനകത്ത് കേബിളുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ ചാർജിങ് കേബിളാണ്. അത് ഒരൊറ്റ കേബിളേ ഉള്ളൂ കേട്ടോ. ഇത് ഓഡിയോ ഔട്ടിനുള്ള കേബിളാണ്. ഈ കാണുന്നത് ഓഡിയോ ഔട്ടും പിന്നും ഈ കേബിളാണ്. കാണുന്നതാണ് മാഗ്നറ്റ്. ഇതാണ് മാഗ്നറ്റ്. ഈ കാണുന്നത് സിംഗിൾ പീസ്. ഇതിങ്ങനെ നമുക്ക് ഇതിൽ ഒട്ടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇളക്കി എടുത്തിട്ട് ഷർട്ടിനകത്തൂടി ഇങ്ങനെ ഒട്ടിക്കാം. ഞാനത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഷർട്ടിനകത്തൂടി ഇങ്ങനെ ഇവിടേക്ക് ഇതേണോ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ഇതെവിടെ വേണമെങ്കിലും കിടന്നോളും. ഇത് താഴേക്ക് പോകത്തില്ല, നല്ല ബലമായിട്ട് ഇങ്ങനെ ഇരിക്കും. അത് വേണ്ടാത്തപ്പോഴേ ഷർട്ടിനകത്തുനിന്ന് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. അത് ഇങ്ങനെ എടുത്തു. അതുപോലെ തന്നെ മാഗ്നറ്റും ഇങ്ങനെ എടുത്തു. ഈ മാഗ്നറ്റ് ഇത്രയേ ഉള്ളൂ. മാഗ്നറ്റ് നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് അത് ഒട്ടിയിരുന്നുള്ളൂ. കറക്റ്റായിട്ട് ഒട്ടി. അപ്പോൾ ഇത് നല്ലൊരു ഉപയോഗമുള്ള ഒരു സാധനമാണ്. അതായത് മാഗ്നറ്റ് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ചില മൈക്കുകൾ, ഞാൻ നേരത്തെ ഒരു മൈക്ക് ഉപയോഗിച്ചിരുന്നു. അത് സാറാമോണിക്കിൻ്റെ ബൈക്കായിരുന്നു. ആ സാറാമോണിക്കിൻ്റെ ബൈക്കിൽ ഒരു ഏറ്റവും ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നല്ല മൈക്കായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ഷർട്ടിൽ ഇങ്ങനെ കുത്തുമ്പോൾ കഴുത്ത് ഇങ്ങനെ കുനിയുന്ന ഒരു സൈഡിലേക്ക് ചരിയുമ്പോൾ ഈ വോയിസ് ഇവിടെ ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുമായിരുന്നു. അപ്പം ഈ ഒരു പ്രോബ്ലം ഇതിനെന്തായാലും വരില്ല. ഷർട്ടിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അകത്തുനിന്ന് കൂടി
മാഗ്നറ്റ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഒട്ടി ഇങ്ങനെ ഇരുന്നുള്ളൂ. നല്ല ഇതൊരു ഭയങ്കര ഉപയോഗമുള്ള സാധനം. അതേ കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ മാഗ്നറ്റ് ഒട്ടി വെച്ചാൽ കറക്റ്റായിട്ട് ഇവിടെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് ഇവിടെ ഇങ്ങനെ ഞാൻ ഒട്ടിച്ചു, ഇത് മാഗ്നറ്റ് കറക്റ്റായിട്ട് ഇവിടെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. പിൻ കുത്താൻ പറ്റാത്ത ഒരു ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ഉപയോഗിക്കാം. ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ജേർണിയിൽ ഫുള്ളായിട്ട് ഈ ഡിജൻ്റെ മൈക്ക് ഉണ്ടാവും. അതിൽ നിന്നുള്ള നല്ല ഗുഡ് ക്വാളിറ്റി വോയിസ് നിങ്ങൾക്ക് കിട്ടും. നോയ്സ് ഉണ്ടാവില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ വോയിസ് ഉണ്ടോ നോയ്സ് ഉണ്ടോ എന്നൊക്കെ ആ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ നിന്ന് ഈ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു ശബ്ദ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചാലേ ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കൂടെ നിങ്ങൾ അറിയണമല്ലോ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം ഈ അവസാനമായിരിക്കുന്ന ലാസ്റ്റ് ഭാഗം നിങ്ങളൊന്ന് കേട്ടു പോവുക, കാണുക. മൈക്കിൻ്റെ ക്വാളിറ്റി എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച മൈക്കല്ലേ, ഇപ്പം എന്തായാലും അതിൻ്റെ ക്വാളിറ്റി നമ്പർ 1 ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കഥയില്ല. ഇവിടെ 100 റിയാലിനും 50 റിയാലിനും 75 റിയാലിനും ഒക്കെ മൈക്ക് കിട്ടുന്നുണ്ട്. ഇനി അതേ ക്വാളിറ്റിയാണ് ഇതിനുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുക, ഈ വീഡിയോയുടെ ശബ്ദം ശ്രവിക്കുക, ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.